ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഈ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് എളുപ്പത്തിൽ തന്നെ തയ്ക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ നിങ്ങളെ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഫോട്ടോ വെച്ചേക്കാം. അതല്ലാതെ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പോൾ എല്ലാവരും തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകും. ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത്. ഒത്തിരി വലിയ ഡിസൈനിങ് അല്ല, 5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ബ്ലാക്ക് സാരി ആയതുകൊണ്ട് ചെക്കോട്ടയാണ്. പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ നോർമൽ പെൻസിൽ വെച്ച് വരച്ചാൽ പറ്റത്തില്ല, കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെൻസിലിൻ്റെ വൈറ്റ് കിട്ടുവാണെങ്കിൽ അത് വെച്ച് വരയ്ക്കുവാണെങ്കിൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് കാർബൺ പേപ്പർ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത ഡിസൈനാണ് ഇത്. നമുക്ക് ഇനി തയ്ക്കാൻ തുടങ്ങാം. ഈ ഒരു ഡിസൈൻ തയ്ക്കാനായിട്ട് ഞാൻ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡബിൾ ഷെയ്ഡിൻ്റെ ആങ്കറിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. അത് 1216 ആണ്. ഗ്രീൻ കളർ, ഒലീവ് ഗ്രീനും ലൈറ്റ് ഒലീവ് ഗ്രീനും പിന്നെ വൈറ്റും കൂടെ വരുന്ന ഒരു കളറാണിത്. പിന്നെ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സിന്. അത് ആങ്കർ കളർ കോഡ് 332 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യെല്ലോ 291 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ത്രെഡ് തയ്ക്കാനാണ് തുടങ്ങുന്നത്. ത്രെഡല്ല, സ്റ്റെം തയ്ക്കാനാണ് തുടങ്ങുന്നത്. അപ്പം അതിന് ഞാനിവിടെ കൗച്ചിങ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിന് മുമ്പ് കൗച്ചിങ് സ്റ്റിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ 6 സ്ട്രാൻഡ്സിൻ്റെ ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ അത് നമ്മൾ ഇതുപോലെയാണ്, എവിടെ കൂടെയാണ് നമ്മുടെ സ്റ്റെം പോണേ അവിടെ കൂടെയാണ് നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടെ വേറൊരു നീഡിൽ ഈ സെയിം ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന നൂല് നമ്മളിത് ഇങ്ങനെ വെക്കുകയാണ്, വെറുതെ വെച്ചേക്കുവാണ്, കുത്തിത്താത്തിയിട്ട് ഒന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ എടുത്തിരിക്കുന്ന അടുത്ത ത്രെഡ് നമുക്ക് എവിടെയാണ് വേണ്ടതെന്നൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഗ്യാപ്പിലാണ് നമ്മൾ ഉടക്കി വെക്കുന്നത് ഈ ത്രെഡ്. അപ്പോൾ എവിടെയാണ് വേണ്ടത്, ഏത് ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ വിട്ടിട്ടാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പൊക്കിയെടുക്കുക. ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഉടക്കി വയ്ക്കുന്നു. ഇതിങ്ങനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെം സ്റ്റിച്ചിന് യൂസ് ചെയ്യാം. ഒരു നല്ലൊരു സ്റ്റിച്ചാണ് സ്റ്റെം തയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ വീണ്ടും നമ്മൾ ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ വീണ്ടും ഉടക്കി വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സ്റ്റെം നമ്മൾ ഇവിടെ തയ്ക്കുന്നത്. എളുപ്പത്തിൽ തന്നെ തീരും. ഇത് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെമ്മിൻ്റെ എൻഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി, ഇവിടം വരെയാണ് സ്റ്റെം ഉള്ളത്, ഇവിടം വരെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മറ്റേ ത്രെഡ് നമുക്ക് താത്താം. ആദ്യം എടുത്ത് നമ്മുടെ നീഡിൽ നമ്മൾ താത്തുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് സിമ്പിളായിട്ട് നമ്മൾ സ്റ്റെം തയ്ക്കണം. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് ഈ ലീവ്സ് നമുക്ക് തയ്ക്കാം. മറ്റേ ത്രെഡ് താഴെ കെട്ടിടാം. അപ്പോൾ ഇത് തയ്ച്ചിരിക്കുന്ന ഉടക്കി വെച്ചിരിക്കുന്ന ആ ത്രെഡ് നമുക്ക് കെട്ടിട്ടിട്ട് ഈ ത്രെഡും കൊണ്ട്, സ്റ്റെം തയ്ച്ച ത്രെഡും കൊണ്ട് നമുക്ക് ലീവ്സ് എല്ലാം തയ്ച്ചു പോരാം. ഞാൻ നമ്മൾ ലീഫ് തയ്ക്കാൻ പോവാണ്.
അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെമ്മും ലീഫും ബാക്കിത്തെ എല്ലാം കൂടെ ഫില്ല് ചെയ്യണം. നമുക്കതിന് മുമ്പായിട്ട് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാം. ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ലേസി ഡേസി ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ലേസി ഡേസി അറിയാമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രഞ്ച് നോട്ടും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ സർക്കിളിൽ നമ്മൾ ഫുൾ ഫ്രഞ്ച് നോട്ടാണ്, പൂമ്പൊടി പോലെ ഇരിക്കുന്നത് അടുത്ത് ഫ്രഞ്ച് നോട്ട്സാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പെറ്റൽസാണ് നമ്മൾ ലേസി ഡേസി ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അതിന് വീണ്ടും നമ്മൾ ഓറഞ്ച് കളർ ത്രെഡ് 6 strands ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇങ്ങനെ ത്രെഡ് താഴത്തേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുക. നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുക. നോർമൽ ലേസി ഡേസി ആണെങ്കിൽ നമ്മളിവിടെ കുത്തിത്താത്തുവാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ചുറ്റിയിട്ട് താത്ത്, മനസ്സിലായി? അതുപോലെയാണ് നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് കൊണ്ടുവന്ന് താത്തരുത്, അടുത്ത് തന്നെ ചെയ്യുക. ഇതുപോലെ വരും. ഇത് ഞാൻ അടുപ്പിച്ച് നമ്മൾ തയ്ക്കുക പെറ്റൽസ്. ഇതുപോലെയാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലേസി ഡേസി ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് അവിടെ നമ്മൾ യെല്ലോ കളർ ത്രെഡ് 291 ത്രെഡ് യൂസ് ചെയ്ത് 6 strands യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അത് നല്ല തിക്കായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഓറഞ്ചും യെല്ലോ ആ കളർ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് അറിയാം ബ്ലാക്കിൽ രണ്ടും നല്ല തെറിച്ച് നിൽക്കുന്ന കളറായിരിക്കും. നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നല്ല ടൈറ്റായിട്ട് തന്നെ ഫ്രഞ്ച് നോട്ട് തയ്ക്കുക. ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ ത്രെഡ് നല്ലോണം വലിച്ചു പിടിച്ചിട്ട് താത്തിയാൽ ആ ഒരു ഫിനിഷിങ് കിട്ടും, അല്ലെങ്കിൽ അഴഞ്ഞു പോകും. തൊട്ടടുത്തായിട്ട് തന്നെ ഫ്രഞ്ച് നോട്ട് അടുപ്പിച്ച് പുട്ട് പോലെ തയ്ക്കുക. ഇതുപോലെ അടുപ്പിച്ച് വേണം തയ്ക്കാൻ, ഉള്ളിൽ നല്ല ടൈറ്റായിട്ട്. ആദ്യം ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം അതാണ്. എല്ലാവർക്കും അതാവണം എന്നില്ല. ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യും. ഞാൻ എപ്പോഴും ഫ്രഞ്ച് നോട്ട് ഞാൻ തയ്ക്കുമ്പം ഔട്ട്ലൈൻ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് ഫില്ല് ചെയ്യാൻ പോകാറ്. ബൗണ്ടറി തയ്ക്കുമ്പോൾ ഒരു സൂക്ഷിക്കണം. നമ്മൾ ലേസി തയ്ച്ചുകൊണ്ട് ഓൾറെഡി അവിടെ ഒരു ഹോൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലിക്കുമ്പോൾ ഒത്തിരി മുറുക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വളച്ചെടുത്ത അല്ലെങ്കിൽ നോട്ടുണ്ടാക്കിയത് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പം അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് വെച്ച് സ്റ്റെമ്മും ഫിഷ് ബോൺ വെച്ച് ലീഫും ലേസി ഡേസി ഫ്രഞ്ച് നോട്ട് വെച്ച് പെറ്റൽസും ഈ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനത്തെയുള്ള ബഡ്സാണ് ഉള്ളത്. ബഡ്സ് തയ്ക്കാനായിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചിട്ട് താഴത്തെ ഗ്രീൻ പോർഷൻ തയ്ക്കുമ്പോൾ അത് കയറി ഇറങ്ങിയും വെച്ചാൽ നല്ലതായിരിക്കും, കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ബഡിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണ പൂ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രീൻ കളർ കയറിയിരിക്കുന്നത് കാണുന്ന മാതിരി തന്നെ ഈ തയ്ക്കുമ്പോഴും അതുപോലെ ഫീൽ ചെയ്യണമെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് ഉള്ളിലോട്ട് ഒക്കെ കയറ്റി തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് അപ്പുറത്തെ മറുഭാഗത്തും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് എടുക്കുക. കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഒരു നാച്ചുറാലിറ്റി കിട്ടും. അപ്പോൾ കൃത്യം ആ പോയിൻ്റിൽ കൂടെ തന്നെ ചെയ്യണം എന്നില്ല, ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ വന്നോളൂ, കുഴപ്പമില്ല.
ഈ ബഡും അതുപോലെ തന്നെ ഈ ബഡിൻ്റെ താഴെയുള്ള ഗ്രീൻ പോർഷനും നമ്മൾ തയ്ക്കുന്നത് 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാട്ടോ. ഇത്രയും നേരവും നമ്മൾ തയ്ച്ചതെല്ലാം 6 സ്ട്രാൻഡ്സ് ആണ്. ഇത് വന്നപ്പോൾ 3 സ്ട്രാൻഡ്സ്. അല്ലെങ്കിൽ ഭയങ്കര പ്രൊജക്ഷനായി പോകുന്നതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ആയിട്ട് നമ്മൾ തയ്ക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒത്തിരി നീളം ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബൗണ്ടറിയിൽ നിന്നല്ല ഞാൻ എടുത്തത്, ഉള്ളിൽ നിന്ന് എടുത്തിട്ട് താഴെ കുത്തുപോയത്. ആ ഒരു ഫില്ലിങ് ശരിക്കും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. കറുപ്പിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. നല്ല തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. ലീഫിന് ഡബിൾ ഷെയ്ഡ് കൊടുത്തേക്കുന്ന കാരണം ആ കൗച്ചിങ് സ്റ്റിച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പം ഒരു പ്രത്യേക ഭംഗി തന്നെ സ്റ്റെമ്മിനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടാകും, നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.